ഹലോ ലേണേഴ്സ്, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിജി. UGC നെറ്റ് ഹോം സയൻസ് യൂണിറ്റ് 2 ന്യൂട്രിഷൻ ആൻഡ് ഡയറ്ററ്റിക്സിലെ ക്ലിനിക്കൽ ആൻഡ് തെറപ്യൂട്ടിക് ന്യൂട്രിഷൻ എന്ന ഭാഗമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ. Clinical nutrition focuses on the nutritional management of individual or group of individuals with established disease condition. രോഗം സ്ഥിരീകരിക്കപ്പെട്ട ഒരാളുടെയോ ഒരു കൂട്ടം ആളുകളുടെയോ ന്യൂട്രിഷണൽ മാനേജ്മെന്റ് ആണ് ക്ലിനിക്കൽ ന്യൂട്രിഷൻ ഫോക്കസ് ചെയ്യുന്നത്. തെറപ്യൂട്ടിക് ന്യൂട്രിഷൻ is the provision of nutrients to maintain and restore optimal nutrition and health. കൃത്യമായ ന്യൂട്രിഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് വീണ്ടെടുക്കാനോ വേണ്ടിയിട്ടുള്ള പോഷകങ്ങളുടെ സപ്ലൈ ആണ് തെറപ്യൂട്ടിക് ന്യൂട്രിഷൻ. Diet therapy. Diet therapy means the use of diet not only in the care of sick but also in prevention of disease and maintenance of health. ഡയറ്റ് ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ഡയറ്റ് തെറാപ്പി. ഡയറ്റ് തെറാപ്പി അപ്ലൈ ചെയ്യുന്നത് രോഗാവസ്ഥയിൽ മാത്രമല്ല, രോഗം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽത്ത് മെയിൻ്റനൻസിനും കൂടിയാണ്. The diet may have to be modified depending upon the disease, the severity of the nutritional status of the patient, as well as the metabolic changes involved. ഡയറ്റ് തെറാപ്പിയിൽ ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. ഒരാളുടെ ഡിസീസ് കണ്ടീഷൻ, അയാളുടെ ന്യൂട്രിഷണൽ സ്റ്റാറ്റസ്, അതായത് പുവർ ന്യൂട്രിഷണൽ സ്റ്റാറ്റസ് ആണോ, അതുപോലെ എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടോ, ഇതിനെയെല്ലാം ആശ്രയിച്ചാണ് ഡയറ്റ് മോഡിഫൈ ചെയ്യുന്നത്. നോർമൽ ഡയറ്റ്. This will include all food that are eaten by the person in normal health, which provides all the nutrients to the body that are necessary for growth, maintenance, and the optimum functioning of organ system. Foods to be used in restricted amount are fatty food items like rich cakes, pastries, halwas, etc., fried food, too many spices or pickled, puris, parathas. ആരോഗ്യവാനായ ഒരു വ്യക്തി സാധാരണയായി കഴിക്കുന്ന ഡയറ്റാണ് നോർമൽ ഡയറ്റ്. ഈ ഒരു ഡയറ്റിൽ ആ വ്യക്തിയുടെ വളർച്ചയ്ക്കും മെയിൻ്റനൻസിനും അതുപോലെ അവയവങ്ങളുടെ കൃത്യമായ ഫങ്ഷനിങ്ങിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കും. ഈ ഒരു ഡയറ്റിൽ ഫാറ്റി ഫുഡുകളും ഫ്രൈഡ് ഫുഡുകളും കുറഞ്ഞ അളവിൽ കഴിക്കാവുന്നതാണ്. മോഡിഫിക്കേഷൻ ഓഫ് നോർമൽ ഡയറ്റ്. The normal diet may be subjected to the following modifications: change in the calorie contents, change in the consistency, mostly in the fluid and soft diet, variation in the amount of one or more nutrients. നോർമൽ ഡയറ്റ് നമുക്ക് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാമെന്ന് നോക്കാം. കാലറി കണ്ടൻസിൽ ചേഞ്ച് വരുത്താം, ഫുഡ് കൺസിസ്റ്റൻസിയിൽ ചേഞ്ച് വരുത്താം, ഒന്നോ അതിലധികമോ ന്യൂട്രിയൻസിൽ വേരിയേഷൻ കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ, ഹൈ പ്രോട്ടീൻ ഓർ ലോ പ്രോട്ടീൻ ഡയറ്റ്. വേരിയേഷൻ ഇൻ ദ ഫൈബർ കണ്ടന്റ് ഓഫ് ദ ഡയറ്റ്, inclusion of bland in the taste, addition or exclusion of any specific food. നാരുകളുടെ അംശം കൂട്ടിയോ കുറച്ചോ കൊടുക്കാം, കുറഞ്ഞ അളവിൽ മസാലകൾ ചേർത്ത് ടേസ്റ്റ് ബ്ലാൻഡ് ആക്കാം, ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം ആഡ് ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, പീനട്ട് അലർജി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പീനട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതെ ഇരിക്കാം. ടൈപ്സ് ഓഫ് ഡയറ്റ്. 2 types of diet are provided to the patients who come to the hospital. They are general diet and modified diet. പ്രധാനമായും 2 തരം ഡയറ്റാണ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് കൊടുക്കുന്നത്. അവയാണ് ജനറൽ ഡയറ്റ്, മോഡിഫൈഡ് ഡയറ്റ്. ജനറൽ ഡയറ്റ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 types: ഫുൾ ഡയറ്റ് ഓർ ഹോൾ ഡയറ്റ് ആൻഡ് ഹാഫ് ഡയറ്റ്. ജനറൽ ഡയറ്റിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു: ഫുൾ ഡയറ്റ് അഥവാ ഹോൾ ഡയറ്റ്, മറ്റൊന്ന് ഹാഫ് ഡയറ്റ്. Full diet or whole diet. This is a normal diet which provides all the nutrients in slightly higher amount than recommended for a healthy sedentary worker. It can also be used for an adult patient admitted to a hospital. In this, no dietary modifications are done.
This is also known as a regular or general diet. ഇത് ഒരു നോർമൽ ഡയറ്റ് തന്നെയാണ്. ഒരു ഹെൽത്തി സെഡൻറ്ററി വർക്കറിൻ്റെ റിക്വയർമെൻറ്റിലും കുറച്ചുകൂടി കൂടിയ അളവിലാണ് ഈ ഡയറ്റിൽ ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡൾട്ട് പേഷ്യൻറ്റിന് ഈ ഡയറ്റാണ് കൊടുക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നുമില്ല. ഇതിന് റെഗുലർ ഡയറ്റ് എന്നും പറയുന്നു. Half diet. This diet provides nutrients required for children up to the age of 10 years. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡയറ്റാണ് ഹാഫ് ഡയറ്റ്. Modified diet. Types of modified diet are soft diet, fluid diet, low calories diet, low fat diet, low sodium diet, blend diet, low protein diet, low cholesterol diet, high calories diet. Soft diet. This diet is soft in texture and consists of liquid and semi-solid foods. It is an intermediate step between full and liquid diet. It is indicated in some post-operative cases, acute infections, and in cardiac diseases. Soft texture ഉള്ള ഡയറ്റാണ് സോഫ്റ്റ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റിൻ്റെയും ഫുൾ ഡയറ്റിൻ്റെയും ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു ഡയറ്റാണിത്. സാധാരണയായി ഒരു സർജറി കഴിഞ്ഞാൽ ആദ്യം ലിക്വിഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം സോഫ്റ്റ് ഡയറ്റാണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ കഞ്ഞി. പിന്നീടാണ് ടോളറൻസ് അനുസരിച്ച് ഫുൾ ഡയറ്റിലേക്ക് പോകുന്നത്. Soft diet, which is low in residue and readily digested. They are only used on a daily basis for a short time instead of long time. For example, well-cooked rice or kanji, steamed foods like idli. നാരുകൾ കുറഞ്ഞതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ് ഇതിൽ ഉൾപ്പെടുത്തുക. രോഗിയുടെ ടോളറൻസ് ലെവൽ അനുസരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം റെഗുലർ ഡയറ്റിലേക്ക് മാറാവുന്നതാണ്. നമ്മുടെ ഇഡ്ലി, ഇടിയപ്പം ഇതെല്ലാം സോഫ്റ്റ് ഡയറ്റിന് എക്സാമ്പിൾ ആണ്. Fluid diet. This is used when the patient is unable to digest the solid foods. The nutrition adequacy will depend on the type of food given to the patient. The fluid diet may be two types: clear fluid diet and full liquid diet. ഖരാവസ്ഥയിലുള്ള ഡയറ്റിൻ്റെ ദഹനത്തിന് പ്രയാസം നേരിടുന്ന രോഗികൾക്കാണ് ഫ്ലൂയിഡ് ഡയറ്റ് കൊടുക്കുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയെ ആശ്രയിച്ചാണ് ഇതിൻ്റെ ന്യൂട്രിഷൻ ആഡിക്വസി. ഇത് രണ്ട് തരത്തിലുണ്ട്: ക്ലിയർ ഫ്ലൂയിഡ് ഡയറ്റും ഫുൾ ലിക്വിഡ് ഡയറ്റും. ക്ലിയർ ഫ്ലൂയിഡ് ഡയറ്റ്. The clear fluid diet is given to the patient when they are actually ill and have marked influence of food. For example, nausea, vomiting, acute diarrhea, etc. This diet consists of clear fluids only. Example, light tea without milk, clear soups, dal water, carbonated beverage, etc. ഇതിൽ ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതെങ്കിലും രോഗകാരണങ്ങൾ കൊണ്ട് നോർമൽ ഡയറ്റ് ടോളറേറ്റ് ആവാത്ത പേഷ്യൻസിനാണ് ഈ ഡയറ്റ് കൊടുക്കുന്നത്. ഇവരിൽ നോർമൽ ഡയറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നോസിയ, വൊമിറ്റിംഗ്, ഡയേറിയ ഇതെല്ലാം ക്ലിയർ ഫ്ലൂയിഡ് ഡയറ്റ് കൊടുക്കുമ്പോൾ അവോയ്ഡ് ചെയ്യാം. ഇതിൽ പാൽ സാധാരണയായി ഉൾപ്പെടുത്താറില്ല. ഫുൾ ലിക്വിഡ് ഡയറ്റ്. It is indicated for those patients who cannot swallow or tolerate solid foods. For example, milk, fruit juices. Solid foods tolerate ആവാത്ത പേഷ്യൻസിനാണ് ഫുൾ ലിക്വിഡ് ഡയറ്റ് കൊടുക്കുന്നത്. ഡയേറിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കാണ് ഈ ഡയറ്റ്. അതിനാൽ തന്നെ പാൽ ഉൾപ്പെടുത്താവുന്നതാണ്. Blend diet. This is a diet which is non-irritating, chemically blend and inhibit gastric secretion. It can be used for the patient of GIT. In this, the ordinary food item which cannot be swallowed are blended to make them liquid, which can pass through nasogastric tube. Gastrointestinal disease കൊടുക്കുന്ന ഡയറ്റാണ് ബ്ലെൻഡ് ഡയറ്റ്. നോർമൽ ഫുഡ് ഐറ്റംസ് നന്നായി ബ്ലെൻഡ് ചെയ്ത് ലിക്വിഡ് ഫോമിലാണ് കൊടുക്കുന്നത്. ഇത് നോൺ ഇറിറ്റേറ്റിംഗ് ആണ്, അതായത് ലിക്വിഡ് ഫോമിലായതിനാൽ ഡൈജഷന് വേണ്ടി ഗാസ്ട്രിക് സെക്രീഷൻ്റെ ആവശ്യം കുറവാണ്. നാസോഗാസ്ട്രിക് ട്യൂബ് വഴിയും ഇത് കൊടുക്കാവുന്നതാണ്. ലോ കാലറീസ് ഡയറ്റ്. This diet provides low calories and the total energy requirement of the body. It is used in the obese patients, hypertension and heart patients. Obesity-inducing foods like concentrated sweets, fried foods, dry fruits, nuts, alcoholic drinks, cream and excess of fat should be
avoided while formulating the diet. കുറഞ്ഞ കാലറി മാത്രം ആവശ്യമുള്ള ഒബീസ് പേഷ്യൻസ്, ഹാർട്ട് പേഷ്യൻസ് ഇവർക്കെല്ലാം കൊടുക്കാവുന്ന ഡയറ്റാണിത്. ഒബീസിറ്റി ഇൻഡ്യൂസിങ് ഫുഡ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് സ്വീറ്റ്സ്, ഫ്രൈഡ് ഫുഡ്സ് ഇതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്താണ് ഈ ഡയറ്റ് രൂപപ്പെടുത്തുന്നത്. Low protein diet. It is used for patients with acute and chronic renal failures, liver diseases, and in treating some inherited metabolic diseases. Chronic renal failures അഥവാ കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങൾ, കരൾ സംബന്ധമായ അസുഖങ്ങൾ ഇതെല്ലാം ഉള്ളവർക്ക് വേണ്ടിയുള്ള ഡയറ്റാണ് ലോ പ്രോട്ടീൻ ഡയറ്റ്. കൂടാതെ ചില ഇൻഹെറിറ്റഡ് മെറ്റബോളിക് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ഈ ഡയറ്റാണ് ഉപയോഗിക്കുന്നത്. Low fat diet. It is a normal diet modified to reduce fat content for approximately 30 grams per day. It may be used in treatment of diseases with intolerance to fat such as gallbladder, liver, pancreatic diseases and in condition of steatorrhea. നോർമൽ ഡയറ്റിൽ ഫാറ്റ് കണ്ടന്റ് കുറച്ച് രൂപപ്പെടുത്തുന്ന ഡയറ്റാണിത്. ഫാറ്റ് ഇൻടോളറൻസ് റിലേറ്റഡ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ഫാറ്റ് മെറ്റബോളിസം തകരാറിലാവുന്ന സ്റ്റീറ്റോറിയ എന്ന കണ്ടീഷനിലുമെല്ലാം ഫോളോ ചെയ്യുന്ന ഡയറ്റാണ് ലോ ഫാറ്റ് ഡയറ്റ്. ലോ കൊളസ്ട്രോൾ ഡയറ്റ്. This diet is used for the treatment of patient with high cholesterol level and patient with coronary heart disease. High cholesterol sources like egg yolk, red meat, liver should be avoided. In addition to this, total fat content also should be reduced. High cholesterol level ഉള്ളവരിലും coronary heart disease ഉള്ളവരിലും എല്ലാം ഫോളോ ചെയ്യുന്ന ഡയറ്റാണിത്. ഹൈ കൊളസ്ട്രോൾ സോഴ്സസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം. അതോടൊപ്പം ടോട്ടൽ ഫാറ്റ് കണ്ടന്റും റെഡ്യൂസ് ചെയ്താണ് ഈ ഡയറ്റ് തയ്യാറാക്കുന്നത്. ലോ സോഡിയം ഡയറ്റ്. ദിസ് ഈസ് എ നോർമൽ ഡയറ്റ് വിത്ത് ലോ സോഡിയം കണ്ടന്റ് ആൻഡ് യൂസ് ഇൻ കണ്ടീഷൻ വെർ ദർ ഇസ് ഹൈപ്പർടെൻഷൻ, എഡിമ, നെഫ്രൈറ്റിസ് ആൻഡ് ഇൻ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. It can be salt-free diet or moderate salt restriction diet and accordingly 1 to 2 grams of salt may be allowed. നോർമൽ ഡയറ്റിൽ സോഡിയം കണ്ടന്റ് കുറച്ചാണ് ലോ സോഡിയം ഡയറ്റ് രൂപപ്പെടുത്തുന്നത്. ഹൈപ്പർ ടെൻഷൻ, എഡിമ, നെഫ്രൈറ്റിസ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്നീ കണ്ടീഷനിലെല്ലാം ഫോളോ ചെയ്യാവുന്ന ഒരു ഡയറ്റാണിത്. ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് ഉപ്പ് തീരെ കുറയ്ക്കുകയോ 1 മുതൽ 2 ഗ്രാം വരെ മാത്രം ഉപയോഗിക്കുകയോ ചെയ്യാം. ഹൈ കാലറി ഡയറ്റ്. High calorie diet are in the form of concentrated carbohydrate or fat so that the bulk of the diet is not used much. It can be used for malnourished patients, burns, cancer, HIV, etc. ഇതിൽ കോൺസെൻട്രേറ്റഡ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഫാറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഡയറ്റിൻ്റെ ബൾക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ അല്പം നെയ്യ് ചേർത്താൽ എനർജി ഡെൻസിറ്റി കൂട്ടാം. ഭക്ഷണം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. മാൽനറിഷ്ഡ് കണ്ടീഷൻ, ബേൺസ്, ക്യാൻസർ ഇതിലെല്ലാം തന്നെ ഈ ഡയറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിനിക്കൽ ആൻഡ് തെറപ്യൂട്ടിക് ന്യൂട്രിഷൻ പാർട്ട് 1-ൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ കാണാം. താങ്ക് യു.